നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭിക്ഷക്കാർക്ക് വരെ ആഹാരവും ഭക്ഷണവും കൊടുക്കുന്ന വീടാ. ഞാനും ഒരു ഭിക്ഷക്കാരിയാണെന്ന് കരുതിയാ മതി. അമ്മേ, ഭക്ഷണം കൊടുക്കമ്മേ. നിന്റെ മധ്യസ്ഥയൊന്നും വേണ്ട. പാവങ്ങളെ കണ്ട ഐസ് പോലെ ഒരുങ്ങുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് എന്റെ മുത്തശ്ശി. പക്ഷെ എന്റെ വിശപ്പിന്റെ മുൻപിൽ ഈ മനസ്സൊരു കരിങ്കല്ല. എന്നെ കൊണ്ട് ആഹാരം കഴിപ്പിക്കാതിരിക്കാനാണോ നീ ഇവിടെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? അമ്മ, ഞാനിത് കഴിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാനിത് പറയാൻ പോവായിരുന്നു. ഇപ്പൊ തന്നെ മുത്തശ്ശി 4 ഇഡലി കഴിച്ചു. ഇത് തന്നെ കൂടുതലാ. ഷുഗർ ഉള്ളതല്ലേ? മുത്തശ്ശി ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യണം. ദേ, എന്നോട് മിണ്ടിക്കൊണ്ട് വന്നേക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. മിണ്ടു എന്നോട് മിണ്ടിക്കൊണ്ട് എന്റെ പിന്നാലെ മുത്തശ്ശനും മുത്തശ്ശിയും നടക്കും. ഇപ്പൊ അംഗീകരിക്കണ്ട, ഞാൻ നിങ്ങളുടെ പേരക്കുട്ടി തന്നെയാ. എക്സ്ക്യൂസ് മീ. ഈ വാശിക്ക് ഒരു 4 ഇഡലി കൂടുതൽ അടിച്ചേക്കാം. ആരോടെങ്കിലും ദേഷ്യം തീർക്കണമല്ലോ. അമ്മേ, ഫുഡ് എടുത്തോണ്ട് വാ. നമുക്കേ ഔട്ട് ഹൗസിൽ ചെന്നിരുന്ന് സ്വസ്ഥമായിട്ട് കഴിക്കാം. കഴിക്ക്. എന്തിനെങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? 10-17 വർഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള കുറ്റബോധം അല്ല, സങ്കടം. എനിക്ക് ഈ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ. അത്രേ ഉള്ളൂ. അത് സാരല്ല. ഇനിങ്ങനെ കിടക്കല്ലേ ജീവിതം. അമ്മയെ ചതിച്ച് അമ്മയുടെ ജീവിതം തകർത്ത് കളഞ്ഞ സ്ത്രീയുടെ മകളാ ഞാൻ. എന്നിട്ടും അമ്മ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന എന്തിനാ? എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം ഒരുമിച്ച് മനുഷ്യന് കൊടുക്കില്ല. മനുഷ്യൻ അഹങ്കരിക്കും. മാധുരി എന്നെ ചതിച്ചൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ വിധി അതായിരുന്നു. അല്ലെങ്കിൽ ദൈവം നിന്നെ എന്റെ വയറ്റിൽ ജനിപ്പിക്കില്ലായിരുന്നോ? ഇപ്പോഴും ദൈവത്തോട് എനിക്ക് പരാതിയൊന്നുമില്ല. നിന്നെ ദൈവം എനിക്ക് തന്നില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതിനെന്തിനാണ് എന്റെ അനുവാദം? ചോദിക്കേ. ACP അമ്മ എന്ന് വിളിക്കുന്നത് വളർത്തമ്മ എന്നുള്ള അർത്ഥത്തില. എന്നാ ഞാൻ ഇത് എന്റെ പെറ്റമ്മയാണെന്ന് വിശ്വസിച്ച് ഇനി മരണം വരെ അമ്മയെന്ന് വിളിച്ചോട്ടെ. വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഇവൾ ഒരു വീട്ടിലേക്കും വരുന്നില്ല. ഇനി മുതൽ മീനാക്ഷി എന്റെ കൂടെയാ. നിന്റെ കൂടെയോ? അതിന് നീയും മീനാക്ഷിയും തമ്മിൽ എന്ത് ബന്ധം? ഇവൾ എന്റെ മകളാ. മകളോ?
ഏത് വകയില്? വിത്ത് മുളയ്ക്കാത്ത മരുഭൂമിയാ നിന്റെ ഉദരം. നീ അമ്മയെന്നോ? പരിഹാസം നിർത്ത്. ഇവളുടെ അച്ഛൻ ജയരാമൻ ഇവളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാ. എന്റെ ജീവൻ പോയാലും ഇവളെ ഞാൻ വിട്ടുതരില്ല. ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി നിന്റെ ജീവൻ കളയാനും എനിക്ക് മടി ഉണ്ടാവില്ല. എന്റെ ഒറ്റ ഫോൺ കോളിൽ അവസാനിക്കും എന്നേക്കുമായി നിന്റെ ജീവിതം. നിന്റെ വെല്ലുവിളികൾക്കൊക്കെ ഒരു പുതുമയുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ചെലവാവില്ല. എടി, നീ ഇവളെ എത്ര ചേർത്ത് പിടിച്ചാലും നിന്റെ ചിറകിൻ കീഴിൽ നിന്ന് ഇവളെ ഞാൻ കൊണ്ടുപോകും. എന്നെങ്കിലും ഞാൻ മരിച്ചു പോയാ എന്റെ മീനാക്ഷിയെ ചേച്ചി നോക്കിക്കൊള്ളണമെന്ന് മാധുരി എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാധുരിക്ക് ഞാൻ വാക്കും കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് ഞാൻ പാലിക്കും. മീനാക്ഷി വരുമെങ്കിലേ നീ കൊണ്ടുപോ. ഞാനൊന്ന് കാണട്ടെ. മീനാക്ഷി, വാ മോളെ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അമ്പലത്തിൽ നിൽക്കുന്ന ആരെങ്കിലും മുള്ളും മൂർഖൻ പാമ്പും ഉള്ള യക്ഷിക്കാട്ടിലേക്ക് പോവോ വല്യമ്മേ? മീനാക്ഷി, ഞാൻ വരുന്നില്ല. നിന്നെ ഞാൻ ചുരുട്ടി കൂട്ടിയെടുത്ത് കാറിലിട്ടോണ്ട് പോവും. അതിനെ നീ ഒന്നുകൂടെ ജനിക്കണം. നീയും നിന്റെ അറേബ്യൻ ദർഹവും നിന്റെ കിങ്കരന്മാരും ഒന്നും പോരാ ഇന്ദ്രജയ് ഇവളെ കൊണ്ടുപോവാൻ. ഇവളെ എന്റെ മകളാ. എന്നാ ഞാനൊന്ന് നോക്കട്ടെ. വാടി ഇങ്ങോട്ട്. വരാൻ. നിന്നോട് വരാൻ പറഞ്ഞ്. തൊട്ടു പോരുതിന്റെ ശരീരത്തിൽ ബന്ധവും കുന്തവും ഒക്കെ ഞാനങ്ങ് മറന്നു കളയും. ഒരു വല്യമ്മ അവതരിച്ചിരിക്കുന്നു. എടീ, നിങ്ങളുടെ അനുജത്തിയ ഈ പാവ അമ്മയെ ചതിച്ചത്. എന്റെ അച്ഛന്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നു കയറി ഇവരുടെ സ്വസ്ഥമായ ജീവിതം തകർത്തു കളഞ്ഞത് എന്നെ പ്രസവിച്ച് നിങ്ങളുടെ അനുജത്തിയായ മാധുര്യ. ഇതൊക്കെ തെറ്റാ. ഇവര് നിന്നെ കള്ളക്കഥയൊക്കെ പറഞ്ഞ് കയ്യിലെടുത്തിരിക്കുക. ഇതാണ് യഥാർത്ഥ കഥ. ഇതറിയാതെ ഞാനും എന്റെ അമ്മ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. അമ്മയോ? അതെ, ഇനി മുതൽ ഇതാണ് എന്റെ അമ്മ. മീനാക്ഷി, ഇനി മുതൽ ഈ വല്യമ്മയാ നിന്റെ അമ്മ. ഈ അമ്മയ്ക്ക് കൊടുക്കാൻ ഉറങ്ങാനുള്ള മരുന്നാണെന്നും പറഞ്ഞ് മാരകമായ വിഷം എന്റെ കയ്യിലേക്ക് വെച്ച് തന്ന മഹാപാവിയാ നിങ്ങള്. ആ വിഷം കഴിച്ച് ഈ അമ്മ മരിക്കും. ഞാൻ നേരെ ജയിലിലേക്കും പോവും. എത്ര മനോഹരമായ ഐഡിയ ഉള്ള സുന്ദരിയായ വല്യമ്മ. അല്ല, നിങ്ങൾ മനുഷ്യ സ്ത്രീയോ അതോ രാക്ഷസിയോ? വാമേ പോവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.